നിങ്ങൾ എന്താണ് നേടിയത്? നിങ്ങൾ തല്ലിക്കൊന്നത് നിങ്ങളുടെ സഹോദരനെയാണ്. നിങ്ങളുടെ ഈഗോ ജയിച്ചു. നഷ്ടമായത് ഷഹബാസിനും അവനെ സ്നേഹിക്കുന്നവർക്കും മാത്രമാണ്. എത്ര ലാഘവത്തോടു കൂടിയാണ് നിങ്ങൾ ആ പയ്യന്റെ തല തല്ലിത്തകർത്തത്. ചിലർ പറയുന്നു ഇത് ഈ ജനറേഷന്റെ കുഴപ്പമാണെന്ന്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ചോരത്തിളപ്പ് കൂടിയ പ്രായം, പക്വതയില്ലായ്മ, അറിവില്ലായ്മ, മാസ് കാണിക്കാൻ. നിങ്ങൾക്ക് പരിചയമുള്ള 10 പഠിക്കുന്ന കുട്ടികളോട് പോയി ചോദിച്ചു നോക്ക്, നിങ്ങളുടെ സ്കൂളിൽ എന്നാണ് അവസാനമായിട്ട് അടി നടന്നതെന്ന്. അവൻ ഉറപ്പായിട്ടും പറയും റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച അടി ഉണ്ടായിരുന്നു എന്ന് പറയും. ഇതൊക്കെ എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് വലിയ വലിയ പരിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പാവപ്പെട്ട പയ്യൻ ബലിയാടായി. അതുകൊണ്ട് മാത്രം, ആ പയ്യൻ മരിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് വാർത്തയായത്, മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ നമ്മളിതെല്ലാം മറക്കും. ഇന്ന് ഷഹബാസ് ആണെങ്കിൽ നാളെ മറ്റൊരു കുഞ്ഞ്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? നമ്മൾ വളരെ എളുപ്പത്തിൽ പറയും അവനെ വളർത്തിയ മാതാപിതാക്കളാണെന്ന്. അല്ല, കുഞ്ഞുങ്ങളെ വളർത്തുന്നത് മാതാപിതാക്കൾ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള ഈ സമൂഹമാണ്. നമ്മൾക്കും കൂടി ഇതിലൊക്കെ ഉത്തരവാദിത്തമുണ്ട്. കാണുന്ന സിനിമ മുതൽ 50 പേരെ കൊന്ന് മാസ് BGM ഇട്ട് സ്ലോ മോഷനിൽ വായിൽ സിഗരറ്റും കത്തിച്ച് നടക്കുന്ന സൂപ്പർ സ്റ്റാറുകളാണ് ഇവരുടെ ഹീറോസ്. സമൂഹത്തിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ലഹരി മരുന്നുകൾ. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരുമില്ല. അഥവാ ആരെങ്കിലും നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ ആർക്കും സമയമില്ല. തെറി വിളിക്കുന്നവരെയും വൃത്തികേട് കാണിക്കുന്നവരെയും തലയിലേറ്റുന്ന സോഷ്യൽ മീഡിയ സമൂഹം. പിന്നെ എങ്ങനെ നന്നാവാനാണ് അല്ലേ സുഹൃത്തുക്കളെ? നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ. ഈ യൂണിവേഴ്സിൽ നമ്മൾ ഒരിക്കലേ ഉള്ളൂ, കുറച്ച് സമയം. അതിങ്ങനെ ഒന്ന് കളിയാക്കിയതിൻ്റെ പേരിൽ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ, വംശത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ തല്ലി തീർക്കാനുള്ളതല്ല. എത്ര മനോഹരമായിട്ടുള്ളൊരു ബ്രെയിനാണ് നമുക്കുള്ളത്. ഒന്ന് വിശാലമായിട്ട് ചിന്തിച്ചുകൂടെ നമ്മളെല്ലാവരും ഒന്നാണെന്ന്?